ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഒരു കേക്ക് കട്ടിങ്ങിൻ്റെ വീഡിയോ ഉണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ വൈകുന്നേരത്തെ ചായയുടെ കൂടെ കഴിക്കാനായിട്ട് ചെറിയൊരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയും കൂടി ഉണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ഈവനിങ് സ്നാക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ഒന്ന് നോക്കിയിട്ട് വരാം. അതിനുശേഷം നമുക്ക് കേക്ക് കട്ടിങ്ങിലോട്ട് പോകാം. അതിനായിട്ട് ഞാനിവിടെ 1/4 കപ്പ് ചെറിയ ചൂടുള്ള പാലാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിപ്പോൾ 1/2 ടീസ്പൂണിൽ 2 സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ 1 ടീസ്പൂൺ ഈസ്റ്റാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പഞ്ചസാരയാണ്. ഞാനിവിടെ 2 ടീസ്പൂൺ പഞ്ചസാരയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്കിത് പൊങ്ങാനായിട്ട് ഒന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഗോതമ്പ് പൊടിയാണ്. ഞാനിവിടെ 2 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഗോതമ്പ് പൊടിക്ക് പകരമായിട്ട് മൈദ വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിൽ ആവശ്യമായ ഉപ്പ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ അളവിൽ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം. പഞ്ചസാരയൊക്കെ നമ്മുടെ മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് വേണ്ടത് ബട്ടറാണ്. ഞാനിവിടെ 50 ഗ്രാം ബട്ടറാണ് എടുത്തിരിക്കുന്നത്. അത് ഉരുക്കി എടുത്തിരിക്കുകയാണ്. ഇനി ഉപ്പും പഞ്ചസാരയും ഗോതമ്പ് പൊടിയും കൂടി നമുക്ക് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം. അരിച്ചെടുത്തത് കൊണ്ട് ഞാനിവിടെ അരിച്ചെടുക്കുന്നില്ല. അപ്പോൾ ഇനി നമുക്ക് കുഴയ്ക്കാനായിട്ട് ഒരു പാത്രത്തിലേക്ക് ഈ പൊടികളെല്ലാം കൂടി ഒന്ന് മാറ്റാം. അതിലേക്ക് നമ്മൾ ഉരുക്കി വെച്ചിരിക്കുന്ന 50 ഗ്രാം ബട്ടറും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ സാൾട്ടഡ് ബട്ടറാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതും കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ചെറിയൊരു ഫ്ലേവറിന് വേണ്ടി നമുക്ക് ഇതിലേക്ക് വാനിലയുടെ എസൻസും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 ടീസ്പൂൺ അളവിലാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ആദ്യമേ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന പാലും ഈസ്റ്റും കൂടി ചേർത്ത് മിക്സ് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. അതും കൂടി ചേർത്ത് നന്നായിട്ട് നമുക്ക് കൈ ഉപയോഗിച്ച് ഒന്ന് കുഴച്ചെടുക്കാം. കുഴച്ചെടുക്കുമ്പോൾ നനവ് കുറവാണെന്ന് ഫീൽ ചെയ്യുകയാണെങ്കിൽ ഇതിലേക്ക് ഒരു അല്പം പാല് ചേർത്ത് നല്ല സോഫ്റ്റായിട്ട് നമുക്കിത് കുഴച്ചെടുക്കണം. ഇനി ഡ്രൈ ആവാതിരിക്കുന്നതിന് വേണ്ടി ഇതിലേക്ക് നമുക്കൊരല്പം ഓയിലോ അല്ലെങ്കിൽ ബട്ടർ എന്തെങ്കിലും നമുക്ക് കയ്യിൽ അല്പം എടുത്ത് ഒന്ന് തടവി കൊടുക്കാം. അതിനുശേഷം ഇത് പൊന്താനായിട്ട് നമുക്ക് 1 മണിക്കൂർ മാറ്റി വെക്കണം. അപ്പോൾ പൊന്താനായിട്ട് വെക്കുന്ന പാത്രത്തിലും ഒരല്പം ഓയിലൊക്കെ തടവി നമുക്കിത് പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. അതിനുശേഷം നനഞ്ഞ ഒരു ക്ലോത്ത് ഉപയോഗിച്ച് നമുക്കിതൊന്ന് കവർ ചെയ്ത് വെക്കാം. 1 മണിക്കൂർ കഴിയുമ്പോഴേക്കും നന്നായിട്ട് ഇത് പൊങ്ങി വരും. അപ്പോൾ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ എയറൊക്കെ കളഞ്ഞ് നമുക്ക് ജസ്റ്റ് ഇതൊന്നും കൂടി കുഴച്ചെടുക്കാം. ഇപ്പോൾ നമ്മളിവിടെ നന്നായിട്ട് തന്നെ ഇത് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കൈ വെച്ചോ അല്ലെങ്കിൽ ചപ്പാത്തി പലകയിലോ എങ്ങനെ വേണമെങ്കിലും നമുക്കിത് റൗണ്ട് ഷേപ്പിലാക്കി എടുക്കാം. ചെറിയ ചെറിയ ഉരുളകളായിട്ട് ഉരുട്ടിയെടുക്കാം. ഇതുപോലെ ചെറിയ ചെറിയ ഉരുളകളായിട്ട് നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഉരുട്ടിയെടുക്കാം. അപ്പോൾ അങ്ങനെ ഞാനിവിടെ എല്ലാം ഉരുളകളായി ഉരുട്ടി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കവർ ചെയ്ത് തന്നെ വെക്കാം. ഇനി ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് പാൻ അടുപ്പത്ത് വെക്കാം. അതിൽ ഓയിൽ നന്നായിട്ടൊന്ന് ചൂടായി വന്നു കഴിയുമ്പോൾ ആ ഓയിലിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഉരുളകൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ചെറിയ തീയിൽ വെച്ച് വേണം ചെയ്യാനായിട്ട്. മീഡിയം തീയിൽ വെച്ചാൽ മതിയാവും. ഒരു സൈഡ് നന്നായിട്ട് ഉണങ്ങി വന്നതിന് ശേഷം മാത്രം തിരിച്ചിട്ട് കൊടുത്താൽ മതിയാവും. തിരിതിരിന്ന് തിരിച്ചിട്ടെടുത്ത് ആദ്യം നമ്മൾ അടിഭാഗം ഒന്ന് ജസ്റ്റ് ഒന്ന് വെന്തതിന് ശേഷം മാത്രം മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് വൈകുന്നേരം ചായയുടെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്ക് ഐറ്റം തന്നെയാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതിന് ചെറിയൊരു മധുരം മാത്രമേ ഉള്ളൂ ഈ അളവിൽ പഞ്ചസാര ചേർത്താൽ. അപ്പോൾ മധുരം കൂടുതൽ വേണമെന്നുള്ളവർക്ക് ഇച്ചിരിയും കൂടി കൂടുതൽ അളവിൽ നമുക്ക് ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞങ്ങളിവിടെ പഞ്ചസാര പ്രിയരല്ല, അതുകൊണ്ടാണ് ഞാനിവിടെ മധുരം കുറച്ച് മാത്രം ചേർത്തിരിക്കുന്നത്. അപ്പോൾ മധുരം കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ അളവിൽ പഞ്ചസാര ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ലൊരു ഗോൾഡൻ കളർ വന്നപ്പോൾ ഞാനിത് എണ്ണയിൽ നിന്ന് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും കൂടി റെഡിയാക്കി എടുക്കാം. തീ കുറച്ച് വെച്ച് വേണം ചെയ്യാനായിട്ട്. തീ കൂട്ടി വെച്ചാൽ പെട്ടെന്ന് പുറം കരിഞ്ഞു പോകും, ഉള്ളു വേഗത്തുമില്ല. അപ്പോൾ അതുകൊണ്ട് തീ കുറച്ച് വെച്ച് തന്നെ റെഡിയാക്കി എടുക്കുക. ഇതിപ്പോൾ നമ്മൾ ഗോതമ്പ് പൊടിയിലാണ് ചെയ്തത്. മൈദയിൽ ചെയ്യുമ്പോൾ ഒരല്പം കൂടി പെർഫെക്ഷൻ കൂടുതൽ കിട്ടും. ഇത് നമുക്ക് ഗോതമ്പ് പൊടിയും മൈദയും ഈക്വൽ അളവിലെടുത്ത് രണ്ടും കൂടി മിക്സ് ചെയ്ത് നമുക്ക് വേണമെങ്കിലും ഈ സ്നാക്ക് ഐറ്റം ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അങ്ങനെ നമ്മുടെ ഇന്നത്തെ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് ഇവിടെ ചൂടാറിയിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഇതൊന്ന് മുറിച്ച് കാണിക്കാം. നല്ല സോഫ്റ്റാണ്. അപ്പോൾ ഇതിന് ചെറിയൊരു മധുരം മാത്രമേ ഉള്ളൂ. അപ്പോൾ മധുരം കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ അളവിൽ ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമുക്ക് കുഞ്ഞിൻ്റെ പിറന്നാളിൻ്റെ വീഡിയോ കാണാം. മൂത്ത കുട്ടിയുടെ പിറന്നാളാണ്. കുഞ്ഞിന് 2-3 ദിവസമായിട്ട് പനിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പിറന്നാളിന് ആരെയും വിളിക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞങ്ങൾ മാത്രമായിട്ടുള്ള ഒരു സെലിബ്രേഷനാണിത്. അപ്പോൾ ഒന്ന് കണ്ടു നോക്കാം. നമ്മൾ കുഞ്ഞിനെ വിളിക്കുന്നത് പൊന്നു എന്നാണ്. അപ്പോൾ അവൾ തന്നെയാണ് അവക്കടെ പിറന്നാളിനുള്ള കേക്ക് സെലക്ട് ചെയ്തത്. അവൾ സെലക്ട് ചെയ്ത കേക്ക് തന്നെയാണ് നമ്മളിവിടെ വാങ്ങിയിരിക്കുന്നത്.
പിറന്നാളിൻ്റെ 2-3 ദിവസം മുന്നേ മുതൽ കുഞ്ഞിന് പനിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഫാമിലി ഫ്രണ്ട്സിനെ ഒന്നും നമുക്ക് ഇതിലേക്ക് ഇൻവൈറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. എല്ലാ വീട്ടിലും കുഞ്ഞു കുഞ്ഞു കുട്ടികളുള്ളത് കൊണ്ട് നമുക്കാരെയും ഇതിലേക്ക് വിളിച്ച് പങ്കെടുപ്പിക്കാനായിട്ട് പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഒരു വർക്കിംഗ് ഡേ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ രാത്രിയിൽ കേക്ക് കട്ട് ചെയ്തു. ചെറിയൊരു ഡെക്കറേഷന് വേണ്ടി കുറച്ച് ബലൂണൊക്കെ വീർപ്പിച്ച് കെട്ടി, അതേപോലെ കുഞ്ഞ് ആവശ്യപ്പെട്ട പലഹാരങ്ങളൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുത്തു. അത്ര മാത്രമേ ഇതിനു വേണ്ടി ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അതാ ഞങ്ങളുടെ ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ചെറിയൊരു ബർത്ത്ഡേ സെലിബ്രേഷനും അതോടൊപ്പം തന്നെ ഒരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പി. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി കൊടുക്കുകയാണെങ്കിൽ ഞങ്ങളിടുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇനി മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.